ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ന്യൂസ് 18 നൽകിയെന്ന് മാത്രവുമല്ല സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് ഭാവന സംസാരിക്കുകയുണ്ടായി. മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് വളരെ നല്ല മാറ്റങ്ങൾ എന്നാണ് ഭാവന പറഞ്ഞത്. ആ മാറ്റങ്ങൾക്ക് കാരണം താനാണ് എന്ന് തോന്നുന്നില്ല. കഴിവുള്ള ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാനും സിനിമകൾ ചെയ്യാനും ഇപ്പോൾ അവസരം ലഭിക്കുന്നുണ്ട്. നേരിട്ടല്ലാതെയെങ്കിലും താൻ ഈ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ നല്ലത് എന്നുകൂടിയാണ് ഭാവന പറഞ്ഞത്. ടീനേജിലാണ് ഭാവന സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ മലയാള സിനിമയിലുണ്ട്. ഇത്രയും വർഷമാകുന്നു. മലയാള സിനിമയിലെ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു മാറ്റത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ 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 നല്ലൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ സിനിമകൾ ഇപ്പോൾ മലയാളികളല്ലാത്ത ഓഡിയൻസിലേക്ക് എത്താൻ നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ, ഈവൻ യൂട്യൂബിലാണെങ്കിൽ പോലും. സോ അത് മലയാളം സിനിമയുടെ ഒരു ക്വാളിറ്റി മലയാളികളല്ലാത്ത ആൾക്കാർ കാണുകയും അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇന്ന് നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല മലയാളം ഇൻഡസ്ട്രി. 70s തൊട്ട് 80s തൊട്ട് 90s തൊട്ട് ഒക്കെ നമ്മൾ വളരെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇപ്പോഴാണ് അത് കൂടുതലും നോൺ മലയാളീസിലേക്ക് എത്തി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ ലിസ്റ്റ് ഓഫ്, നമ്മൾ ഒരിക്കലും അങ്ങനെ വെറുതെ ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും എടുത്തു പറയാവുന്ന നല്ല സിനിമകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു മാറ്റം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്നുള്ള OTTs വന്ന കാരണം മറ്റുള്ളവരിലേക്കും ഫ്രം തെലുഗു, തമിഴ്, കർണാടക അല്ലെങ്കിൽ ഹിന്ദി, ഈവൻ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ മലയാളം സിനിമകൾ പ്രേസ് ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായി. നമ്മൾ പണ്ടും നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം. പണ്ടും നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ ഈ ഡബിൾ മീനിങ് വരുന്ന തരത്തിലുള്ള, അത് പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കാത്ത കാലമുണ്ടായിരുന്നു. പക്ഷെ അതിന് വന്ന മാറ്റമുണ്ടല്ലോ, അത് എങ്ങനെയാണ് കാണുന്നത്? അത് ചിലപ്പോൾ ഇപ്പോഴത്തെ വരുന്നൊരു ജനറേഷൻ അത് അങ്ങനെ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. കാരണം ആ സമയത്ത് നമ്മളത് കണ്ടു, ചിരിച്ചു, അതങ്ങ് പോയി. പക്ഷെ പിന്നെ ആ സമയത്ത് നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതൊരു സിനിമയുടെ ഭാഗമായത്. പക്ഷെ ഇപ്പോൾ വരുന്ന ജനറേഷൻ അത് ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ച് കളയാവുന്ന ഒരു കാര്യമായിട്ട് അവരത് കാണുന്നില്ല. അപ്പോൾ അവരതിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മേ ബി നമ്മളും ചില സമയത്ത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അന്ന് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ, അതായത് ഇപ്പോൾ കുറച്ച് തടിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ കളിയാക്കിയിട്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയാത്ത മനസ്സിലായി കുറച്ച് തടിച്ചിട്ടല്ലേ അങ്ങനെ പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു, ഒന്ന് നോക്കുമ്പോൾ ശരിയാണ്, അതൊരു ചിലപ്പോൾ വിഷമമായാലോ എന്നുള്ള നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം വരുന്ന ജനറേഷൻ പറയുമ്പോൾ നമുക്കും തോന്നും ശരിയാണ്, നമ്മളത് പറയണ്ട എന്നുള്ളൊരു കാര്യം. നമ്മൾ അന്ന് കളിയാക്കി പറയുന്നു. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഞാനൊന്നും അങ്ങനെ കളിയാക്കി പറയാറുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, മനസ്സിലായി കുറച്ച് ഒരു ഇരുനിറത്തിലുള്ള ആളല്ലേ എന്നൊക്കെ പറയുന്നത് കളിയാക്കിയിട്ടല്ല പറയുന്നത്, നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ പറയില്ല. ബിക്കോസ് നമ്മൾ വിചാരിക്കും ശരി, അങ്ങനെ നമ്മൾ ഇങ്ങനെ പറയരുതല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ വന്ന മാറ്റത്തിനൊപ്പം നമുക്ക് ചിലപ്പോൾ ശരിയാണ്, അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. 15ാമത്തെ വയസ്സിൽ ഭാവന കണ്ട സിനിമാ സെറ്റുകളിൽ നിന്ന് നമ്മുടെ സിനിമാ സെറ്റുകൾ ഇപ്പം മാറിയിട്ടുണ്ടോ? സിനിമ സെറ്റുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അധികം എനിക്ക് തോന്നുന്നില്ല. ഓഫ്കോഴ്സ് ഇന്ന് കാരവാൻ കൾച്ചർ ഉള്ളത് കൊണ്ട് ഞാൻ കാരവാൻ ആദ്യമായിട്ട് കാരവാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തമിഴ് ഫിലിം ചെയ്യുമ്പോഴാണ്. ഫസ്റ്റ് തമിഴ് ഫിലിം പോകുമ്പോൾ കാരവാൻ ഉണ്ട്. അപ്പോഴാണ് ഞാൻ മലയാളം, അതിന് മുമ്പ് നമ്മൾ കാരവാൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കസാരയൊക്കെ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ച്, പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കാരവാൻ വന്നപ്പോഴാണ് അതൊക്കെ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ, പിന്നെ ഓഫ്കോഴ്സ് ക്യാമറകൾ മാറുന്നു, എഡിറ്റിംഗ് ഒരു സ്റ്റൈല് മാറും, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ എന്നല്ലാതെ ലൊക്കേഷനിൽ അങ്ങനെ പറയത്തക്ക അങ്ങനെ ഭയങ്കര മാറ്റമൊന്നും. ഇനിയും സ്ത്രീ സൗഹൃദമാകേണ്ടതുണ്ട് സിനിമാ സെറ്റുകൾ. അത് നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ മേക്കിംഗ് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കാണാൻ പറ്റും. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഇവിടെ ആക്ച്വലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഉണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഇപ്പോൾ ഈ ആർട്ട്, ക്യാമറ എന്നൊക്കെ പറയുന്ന മേ ബി ആ ഒരു ഇതുണ്ടാവുമായിരിക്കും. പക്ഷെ ഹ്യൂമൻ ക്യാമറ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് നല്ല കാര്യം. മലയാള സിനിമയിലെ ചില മാറ്റങ്ങളെക്കുറിച്ചാണ്, പോസിറ്റീവായ മാറ്റങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ മാറ്റങ്ങൾ അന്വേഷിച്ച് പോയാൽ അതിന് പിന്നിലൊരു യങ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു നടി, ആ ഫൈറ്റിനെ കുറിച്ച്, അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൂപ്പർ സ്റ്റാറേ അല്ല, പിന്നെ അതിൻ്റെ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ
വളരെ നല്ലൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അതപ്പോൾ എങ്ങനെയായാലും നമുക്ക് വളരെ നല്ലതാണ്. ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ആക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ വെറുതെ കുറേ ആക്ടേഴ്സ് വരില്ല ചെയ്തത്, എല്ലാവരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അതായത് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ആക്ടറിൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കും, പക്ഷെ അതിലുള്ള പെർഫോമൻസ് കണ്ട് നമ്മൾ ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ ഒരു ബാരിയർ അങ്ങ് തകർന്നത് ഭയങ്കര ഒരു നല്ല സൈനാണ്. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ഫിലിം മേക്കേഴ്സ്, പിന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, അത് അങ്ങനൊരു എഫക്റ്റ് എൻ്റെ ഒരു ഇത് കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു യെസ് അതുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും മലയാള സിനിമ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 10 മൂവി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 9 മൂവിയും നല്ലതാണ്. അത് ഭയങ്കര നല്ലൊരു ഇക്വേഷനാണ്, ഇൻഡസ്ട്രിക്ക് അത് നല്ലതാണ്. ബേസിക്കലി ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷനായി, നമുക്ക് ഇതിനേക്കാളും നല്ല സിനിമ കൊടുക്കണം, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് വരാൻ തുടങ്ങി. അതിനനുസരിച്ച് ഏറ്റവും മാറിയിരിക്കുന്ന ഓഡിയൻസ് അത്ര ഇവോൾവ് ആണ്. കാരണം അവർ കൊറിയൻ ഫിലിം, സ്പാനിഷ് മൂവീസ്, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അവർ കാണാത്തതായിട്ടില്ല ഇപ്പോൾ, ഇൻക്ലൂഡിങ് സീരീസൊക്കെ. പണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആ മൂവി. ഇപ്പോൾ ഓഡിയൻസ് അതിനേക്കാൾ അപ്ഡേറ്റഡ് ആണ്. സോ നമ്മൾ ഓഡിയൻസിനെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. എന്ത് കൊടുത്താലാണ് ഇവർ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇവർ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നത് എല്ലാ ഫിലിം മേക്കേഴ്സിനും വലിയ ചാലഞ്ചാണ്. അപ്പം അതൊരു ഹെൽത്തി ചാലഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി പിന്നെ ഫ്ലറിഷ് ആയിക്കൊണ്ടിരിക്കുന്നതും ഇത്രയും യങ് സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും വരുന്നതും. സോ ഇഫ് അതിന് ഒരു ഇൻഡയറക്ട്ലി ഒരു എഫക്റ്റ് ആണ് എങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.